ഇന്നുണ്ടാക്കുന്നത് പഴം നിറച്ചതാണ്. ഇത് സാധാരണ എണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഞാനിവിടെ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. അതിനുവേണ്ടി ആദ്യം അവൽ, ശർക്കര, ഏലക്ക, തേങ്ങ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കൊരു ഏത്തക്ക എടുത്ത് അതിൻ്റെ നടുഭാഗം വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉണ്ടാക്കി വെച്ച ഫില്ലിങ് അതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈ കട്ട് ചെയ്ത് വെച്ചതിനകത്തേക്ക് നിറയെ ഫില്ല് ചെയ്ത് കൊടുക്കണം ഇതുപോലെ. ഇപ്പോൾ ഞാനെടുത്ത പഴം നന്നായി പഴുത്തിരിക്കുന്നു, നല്ല മധുരമുള്ളതാണ്. അതുകൊണ്ട് ശർക്കര കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പഴം നന്നായി പഴുത്തില്ലെങ്കിൽ ശർക്കര കൂടുതൽ ചേർത്താൽ മതി. ഇനി ഇതുപോലെ സ്പൂൺ വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് വേവുമ്പോൾ പുറത്തേക്ക് തള്ളി വരും. അതുകൊണ്ടാണ് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ഞാനിവിടെ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് കുക്കറിനകത്തേക്ക് ഓരോന്നായി വെച്ച് കൊടുക്കണം. എന്നിട്ട് 3 വിസിൽ വരുന്നവരെ കുക്കർ മൂടി വെക്കാവുന്നതാണ്. അങ്ങനെ 3 വിസിലിന് ശേഷം പഴങ്ങളെല്ലാം നന്നായി വെന്ത് കിട്ടി. അങ്ങനെ പഴം നിറച്ചതെല്ലാം റെഡിയായി കിട്ടി. ഇനി ഇത് ചൂടോടുകൂടി നമുക്ക് കഴിക്കാം. ഇനി വൈകുന്നേരം ചായക്കൊപ്പം എണ്ണ പലഹാരം ഒഴിവാക്കി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്കും ഷെയറും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.